ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്റെ ആക്നെ ഞാൻ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് കുറച്ചത് എന്നുള്ളതാണ്. ഇതിന് മുന്നേ ഞാനൊരു 3 വീഡിയോ ചെയ്തായിരുന്നു. എന്റെ ആക്നെ ജേണിയെ പറ്റിയിട്ട് ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാത്തവർ ജസ്റ്റ് അതൊന്ന് കണ്ടിട്ട് വരികയാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടും. അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു ഗാഡ് ഡയറീസ്. വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഞാൻ 2015 ഈ ആക്നെ ഇഷ്യൂ സ്റ്റാർട്ട് ആവുന്നത്. 2014-15 ആ ടൈമിൽ. അതുപോലെ തന്നെ 16 ഞാൻ ആദ്യമായിട്ടൊരു ഡോക്ടറെ കാണുന്നത്. ഇത് കുറച്ച് ഭയങ്കരമായിട്ട് കൂടി വന്നപ്പോഴത്തേനും ഞാൻ കുറെ പൊടിക്കൈയൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അതൊന്നും വർക്കായില്ല. പക്ഷെ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. പക്ഷെ അവരൊരു ക്രീം തന്നു. അത് പുരട്ടിയപ്പോഴത്തേനും എന്റെ സ്കിന്നൊക്കെ കുഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോഴത്തേനും എനിക്ക് പേടിയായി. അത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഒരു 2-3-4 മാസം പോയപ്പോഴത്തേനും കൊല്ലത്ത് PT പിള്ള എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടൊരു ഡോക്ടർ ഉണ്ട്, ഡെർമറ്റോളജിസ്റ്റ്. പുള്ളിക്കാരനെ കണ്ടു. അപ്പം ആ ഡോക്ടറാണ് പറയുന്നത് എനിക്ക് ഹോർമോണൽ ഇംബാലൻസ്, അതായത് ഹോർമോൺ ചേഞ്ചിന്റെ ഭാഗമായിട്ട് വരുന്ന കുരുക്കളാണ്. അത് ഒരു സമയം കഴിയുമ്പോൾ തനിയെ മാറിക്കോളും. എന്നാൽ ഇപ്പൊ അതിന്റെ തോതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീമും അതുപോലെ ടാബ്ലറ്റും ഫേസ് വാഷും ഒക്കെ തരാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി അവിടെ തന്നെ ഒരു ക്ലീനപ്പ് ഒക്കെ ചെയ്തു തന്നു. അതിനുശേഷം അതൊന്ന് യൂസ് ചെയ്ത് അപ്പോഴത്തേനും കുറച്ചൊന്ന് കുറവ് കിട്ടി. പക്ഷെ അന്ന് ഈ സ്കിൻ കെയറിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് നാളിന് ശേഷം വീണ്ടും കുരുക്കൾ വരാൻ തുടങ്ങി. പിന്നെ എനിക്ക് നട്ട്സ് അലർജി ഉണ്ടായതുകൊണ്ട് തന്നെ നട്ട്സ് കഴിക്കുമ്പോഴത്തേനും കുരുക്കൾ വരുമായിരുന്നു. പിന്നെ പീരീഡ്സിന്റെ ഭാഗമായിട്ട് കുരുക്കൾ വരുമായിരുന്നു. അങ്ങനെ അതിങ്ങനെ പോയി എന്റെ ലൈഫിൽ ഞാൻ 4 പ്രാവശ്യമാണ് ബ്യൂട്ടി പാർലേഴ്സിൽ പോയിട്ടുള്ളത്. ഈ 4-ൽ 3 പ്രാവശ്യം, അതായത് ആക്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പ്രാവശ്യമാണ് പോയിട്ടുള്ളത്. അല്ലാതെ ഹെയർ കട്ടിന് വേണ്ടിയിട്ട് പോകാറുണ്ട്. ഈ 4-ൽ 3 പ്രാവശ്യവും എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതുപോലെ ലാസ്റ്റ് വെഡിങ് ടൈമിലാണ് ഞാൻ ഫേഷ്യൽ ചെയ്യുന്നത്. ആ സമയത്തും എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. ആ മേക്കപ്പ് പ്രൊഡക്റ്റിന്റെ എന്തിന്റെയോ ഒരു എഫക്റ്റ് കാരണം എനിക്ക് പണി കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തൊട്ടടുത്തൊരു ലേഡി ഡോക്ടറിനെ കണ്ടു, ഡെർമറ്റോളജിസ്റ്റിന്. പുള്ളിക്കാരി എനിക്ക് ഒരു ഈ ബെൻസോയിൽ പെറോക്സൈഡിന്റെ ഒരു ഓയിൽമെന്റ്, അതുപോലെ ഒരു ക്ലിൻഡാമൈസിൻ ജെല്ല് തന്നു. അത് രണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട്, അതുപോലെ ഒരു ഫേസ് വാഷ്, ഡെർമാഡിയോന്റെ ഫേസ് വാഷ്, ഇത് 3 യൂസ് ചെയ്ത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പോയപ്പോഴത്തേനും എനിക്ക് നല്ല കുറവ് കിട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് വേണ്ടി നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ കണ്ടുപിടിച്ചു. അത് ഇങ്ങനെ കണ്ടിന്യൂസ് ഫോളോ ചെയ്തുകൊണ്ട് വരുവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് വലുതായിട്ട് കുരുക്കളൊന്നുമില്ല. ഞാനിപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് എന്റെ സ്കിൻ കെയർ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ചെറിയ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട് എന്റെ റുട്ടീനിൽ. സോ അതാണ് ഞാൻ ചെയ്ത ട്രീറ്റ്മെന്റ്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.